പ്രിയ വിദ്യാർത്ഥികളെ, എക്സൽ ട്യൂട്ടോറിയൽസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് വേൾഡ് വാർ, ഫാസിസം, നാസിസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ. 1939 മുതൽ 1945 വരെയുള്ള സെക്കൻഡ് വേൾഡ് വാർ ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോൺസിക്വൻസസ്, ഇമ്പാക്ട് നമ്മൾ പഠിച്ചു. അതിലെ വിക്ടോറിയസ് പവേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വിക്ടോറിയസ് പവേഴ്സ് അവരുടെ കൺട്രോളിൽ ഫോം ചെയ്തെടുത്ത എഗ്രിമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലെ? പാരീസ് ട്രീറ്റി, വേഴ്സായിസ് ട്രീറ്റി, പാരീസ് എഗ്രിമെന്റ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആ പാരീസ് എഗ്രിമെന്റിനെ ബേസ് ചെയ്ത് വിക്ടോറിയസ് പവേഴ്സ് എന്ത് ചെയ്തു? ആ ഡിഫീറ്റഡ് നേഷൻസിന്റെ കോളനീസ് ഒക്കെ എന്ത് ചെയ്തു? ഷെയർ ചെയ്തെടുത്തു, അല്ലെ? അപ്പൊ അതിൽ ഡിഫീറ്റ് ചെയ്ത ആരാണ് നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വേൾഡ് വാറിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു പ്രോബ്ലംസ് ഫേസ് ചെയ്ത ഒരു നേഷൻ എന്ന് പറയുന്നത് ഏതാ? ജർമ്മനിയാണ്. പിന്നെ ഇറ്റലിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ജർമ്മനിയും ഇറ്റലിയും ഒരു ഫാസിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. മുസോളിനിയെ കുറിച്ചും ഹിറ്റ്ലറിനെ കുറിച്ചും നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ വായിച്ചു കാണും, കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഫാസിസം അല്ലെങ്കിൽ നാസിസം വേൾഡിൽ ഉണ്ടാക്കിയ ചേഞ്ച്, വേൾഡ് നേഷൻസിനെ 1 by 1 ആയിട്ട് ഈ ഫാസിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? നമ്മൾ പഠിച്ചു. ഫൈനലി നമ്മൾ പഠിച്ചത് ഏതാ? ജർമ്മനിയും ഇറ്റലിയും ഫാസിസ്റ്റ് ഗവൺമെന്റ് ഫോം ചെയ്തതിനെ കുറിച്ച്, മുസോളിനിയും ഹിറ്റ്ലറും. പിന്നെ ഏഷ്യൻ നേഷനായ ജപ്പാനിലും എന്ത് ചെയ്തു? ഫാസിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റ് ബേസ് ചെയ്തോ കുറച്ച് കാര്യങ്ങൾ കൂടി ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ കോസസിനേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ലാസ്റ്റ് നമ്മൾ പഠിച്ച പാരീസ് ട്രീറ്റിയെ കുറിച്ചാണ്. ആ പാരീസ് ട്രീറ്റിയിൽ എന്ത് ചെയ്തു? ഈ വിക്ടോറിയസ് നേഷൻസ് എന്ത് ചെയ്തു? ആ ഡിഫീറ്റഡ് നേഷൻസിന്റെ കോളനീസ് കംപ്ലീറ്റ് ഷെയർ ചെയ്തെടുത്തു, അല്ലെ? അപ്പോ എന്ത് ചെയ്തു? നെയ്തർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. ആർക്കൊക്കെ? ജർമ്മനിക്കോ ഇറ്റലിക്കോ ഒരു കോളനിയോ ഒരു കമ്പോളമോ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അപ്പൊ എന്ത് ചെയ്തു? therefore for enhancing their political economic stability, Italy and Germany plan to conquer colonies and attack weak nations. അപ്പൊ അടുത്ത നെക്സ്റ്റ് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഐഡിയ എന്താ? അവർക്ക് എന്ത് ചെയ്യണം? കോളനീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്തു? കോളനീസ് ക്യാപ്ചർ ചെയ്യാനുള്ള മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തു. വീക്ക് ആയിട്ടുള്ള നേഷൻസിനെ അവരെന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു, അല്ലെ? അപ്പൊ ഇതെന്ത് ചെയ്തു? ഈ അവർ അപ്പോൾ നമ്മൾ പഠിച്ചു ഫാസിസവും നാസിസവും ഫോളോ ചെയ്ത പോളിസി ഏതായിരുന്നു? ഏത് പോളിസിയാ? അഗ്രസീവ് നാഷണൽ പോളിസി, അല്ലെ? ആക്രമണപരമായ ഒരു ദേശീയ നയമാണ് ജർമ്മനിയും ഇറ്റലിയും ഫോളോ ചെയ്തത്. അപ്പൊ അവരുടെ ഈ അഗ്രസീവ് നാഷണൽ പോളിസി എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി, അല്ലെ? അപ്പൊ അഗ്രഷൻ മെത്തേഡ് അവർ വീണ്ടും എന്ത് ചെയ്തു? 1 by 1 ആയി ഓരോ നേഷനിലായിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഈ ടൈമിൽ എന്ത് ചെയ്തു? അവർ ഒരു ഫസ്റ്റിൽ ജർമ്മനിയും ഇറ്റലിയും അവർ അഗ്രസീവ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ബേസിൽ അവർ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു, ഒരു മിലിറ്ററി അലയൻസസ്. ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ പഠിച്ചു, അല്ലെ? ട്രിപ്പിൾ അലയൻസസ് ആൻഡ് ട്രിപ്പിൾ എൻഡന്റ്. സെക്കൻഡ് വേൾഡ് വാറിൽ അതേ ബേസിൽ വരികയാണ് ആക്സിസ് പവേഴ്സ്, മലയാളം അച്ചുതണ്ട് ശക്തികൾ. സെക്കൻഡ് അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിലെ എന്താ? 2 മിലിറ്ററി അലയൻസസ് ഏതൊക്കെയാണ്? ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈഡ് പവേഴ്സ്. അപ്പോ 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശക്തി പ്രാപിച്ച പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നിരിക്കുകയാണ് ആരൊക്കെ? ജർമ്മനിയും ഇറ്റലിയും. ഒപ്പം ആരുകൂടെ ഉണ്ട്? ജപ്പാനും. ഇവരെ അറിയപ്പെടുന്നത് ഫാസിസ്റ്റ് സഖ്യം എന്നാണ് അറിയപ്പെടുന്നത്, മറക്കണ്ട. ഫാസിസ്റ്റ് സഖ്യമെന്നാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അവർ 3 പേരും കൂടി ചേർന്ന് ഫോം ചെയ്തെടുത്ത ഒരു മിലിറ്ററി അലയൻസസ് ഏതാണ്? ആക്സിസ് പവേഴ്സ്. ആക്സിസ് പവേഴ്സ് എന്ന് വെച്ചാൽ
അച്ചുതണ്ട് സഖ്യം. അപ്പോ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് രൂപം കൊടുത്ത സഖ്യം ആക്സിസ് പവേഴ്സ്. അപ്പോ ഇങ്ങനെ ഒരു ആക്സിസ് പവേഴ്സ് ജർമ്മനി, ഇറ്റലിയും ജപ്പാനും കൂടി ഫോം ചെയ്ത സമയത്ത് ഇതിന്റെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ചേർന്ന് മറ്റൊരു മിലിറ്ററി അലയൻസസ് ഫോം ചെയ്തു. ഏത്? അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മറ്റേ ഗ്രൂപ്പുകാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല അല്ലെ. കാരണം ഇവര് ഫാസിസ്റ്റ് പോളിസിയെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? ഒരു ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഏത് മാറി? അലൈഡ് പവേഴ്സ് മാറി. പിടികിട്ടിയോ? ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ഗ്രൂപ്പാണ്. അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത് ഏതാ? ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പാണ്. ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പായ അലൈഡ് പവേഴ്സിന് അവരുടെ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയാണ്. ലേറ്റർ ടൈമിൽ ഈ ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പിൽ ആര് കൂടി ജോയിൻ ചെയ്തു? USA-യും അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി ലേറ്റർ ടൈമിൽ ഏതിൽ ജോയിൻ ചെയ്തു? ഈ ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പിൽ, അതിന് അലൈഡ് പവേഴ്സ്. അതായത് സഖ്യശക്തികളുടെ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി ഈ സഖ്യത്തിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇത് അറിയപ്പെടുന്നത് ആന്റി ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യം. ഫാസിസ്റ്റ് സഖ്യവും ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യവും ഉള്ള രണ്ട് സഖ്യം ഈ സ്റ്റേജിൽ വേൾഡിൽ എന്ത് ചെയ്തു? ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇവിടെ എന്താ? ഈ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും ഒരു മിലിറ്ററി അലയൻസസ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം വേൾഡ് പീസിന് വേണ്ടി ഒരു 1920 ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിരുന്നു. ഏതാ? മറന്നുപോയോ? ലീഗ് ഓഫ് നേഷൻസ്, സർവരാജ്യ സഖ്യം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ആവുകയാണ്. എന്തുകൊണ്ട്? ടു സ്റ്റാൾ ദി അറ്റാക്ക് ഓഫ് ദി ആക്സിസ് പവേഴ്സ് അല്ലെ. ആക്സിസ് പവേഴ്സിന്റെ അറ്റാക്കിനെ, ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞു. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഒരു പരാജയമായി മാറുകയാണ്. വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേഷൻസ്, capitalist countries like Britain and France did not prevent the attack. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന്, അപ്പൊ അവർക്ക് എന്തില്ല? നോ കോളനീസ്, നോ മാർക്കറ്റ്സ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? കോളനീസ് അക്വയർ ചെയ്യണം അല്ലെ, മാർക്കറ്റ്സുകൾ അക്വയർ ചെയ്യണം. അപ്പൊ വീക്കായിട്ടുള്ള നേഷൻസിനെ അവർ അറ്റാക്ക് ചെയ്യാം. അപ്പൊ ഈ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അറ്റാക്ക് ചെയ്ത സമയത്ത്, അതർ നേഷൻസിനെ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച സമയത്ത് ഇംഗ്ലണ്ടും എന്ത് ചെയ്യുന്നു? ഫ്രാൻസും, അതായത് ബ്രിട്ടനും ഫ്രാൻസും, ഇംഗ്ലണ്ടോ ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തില്ല? ഡിഡ് നോട്ട് പ്രിവെന്റ് ദി അറ്റാക്ക്. എന്ത് ചെയ്തില്ല? ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയ ബ്രിട്ടനും ഫ്രാൻസും, ഇംഗ്ലണ്ടും ഫ്രാൻസും എന്ത് ചെയ്തില്ല? ഈ ആക്രമണങ്ങളെ എന്ത് ചെയ്തില്ല? ഡിഡ് നോട്ട് പ്രിവെന്റ് അല്ലെ, ചെറുക്കാൻ തയ്യാറായില്ല. കാരണം ഇവരെല്ലാം ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണ്, മുതലാളിത്ത രാജ്യങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എയിം കാണും. ഇവിടെ ആലോചിക്കണം, രണ്ട് ഓപ്പോസിറ്റ് ആംഗിളിലുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്. ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ഗ്രൂപ്പാ, മനസ്സിലായില്ലേ? ഫാസിസ്റ്റ് സഖ്യമാണ്. അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ എന്ന് പറയുന്നത് ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പാ, എന്നുവെച്ചാൽ ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യമാണ്. അപ്പോ ഫാസിസ്റ്റ് സഖ്യത്തിലുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇംഗ്ലണ്ടിനോ ഫ്രാൻസിനോ വേണമെങ്കിൽ ഇവരുടെ ആക്രമണങ്ങളെ ചെറുക്കാം. പക്ഷെ അവർ ചെറുത്തില്ല. They considered Soviet Union being a socialist country as their chief enemy. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ ഒരു ടൈമിൽ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാന്റെയും ആക്രമണങ്ങളെ ഇംഗ്ലണ്ടും ഫ്രാൻസും ചെറുക്കാത്തതിന് കാരണം ഇവരുടെ ഗ്രൂപ്പിലാണ് USSR എന്നെങ്കിൽ പോലും. കാരണം എന്താ? USSR എന്ന് പറയുന്നത് എന്താ? ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് കൺട്രി ഇൻ ദി നേഷൻ. ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഏത്? USSR, സോവിയറ്റ് യൂണിയൻ. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ പോളിസി എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. ആ സോഷ്യലിസത്തെ ഒപ്പോസ് ചെയ്യുന്ന കൺട്രീസ് ആണ് ഇതെല്ലാം, മനസ്സിലായില്ലേ? അപ്പൊ അതെന്താ? അപ്പൊ ഈ ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും എനിമിയാണ് ഏത്? USSR എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പിലാണെങ്കിലും ആ ഗ്രൂപ്പിനകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്.
അപ്പൊ എന്ത് ചെയ്യും? ജർമ്മനിയോ ഇറ്റലിയോ ജപ്പാനോ വേണമെങ്കിൽ USSRനെ ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കട്ടെ. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക് ഈസ് നോൺ ആസ് ദി പോളിസി ഓഫ് അപ്പീസ്മെന്റ്. മലയാളം വേണമെങ്കിൽ നമുക്ക് എന്താ, ഈ ഫാസിസ്റ്റ് ആക്രമണങ്ങളെ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടും ഫ്രാൻസും ചെറുത്തില്ല, അവർ മൗനസമ്മതം കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നയം, ഇവർ സ്വീകരിച്ച ഈ നയത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പോളിസി ഓഫ് അപ്പീസ്മെന്റ്, പ്രീണന നയം എന്നാണ് പറയുന്നത്. പ്രീണിപ്പിക്കുക, സുഖിപ്പിച്ച് കൂടെ നിർത്തുക, പ്രീണന നയം എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പോളിസിയെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ പോളിസിയെ പ്രീണന നയം എന്ന് അറിയപ്പെടാനുള്ള കാരണം മനസ്സിലായോ? കാരണം എന്താ? ഈ USSRനെ ഇംഗ്ലണ്ടും ഫ്രാൻസും എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നു. അവരുടെ യഥാർത്ഥത്തിൽ USSRനെ അല്ല, സോവിയറ്റ് യൂണിയനെ അല്ല ഒപ്പോസ് ചെയ്യുന്നത്, ആ സോവിയറ്റ് യൂണിയന്റെ പോളിസിയാണ്. സോവിയറ്റ് യൂണിയന്റെ പോളിസി ഏതാ? സോഷ്യലിസം. അതാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം. ദിസ് പോളിസി ഈസ് നോൺ ആസ് പോളിസി ഓഫ് അപ്പീസ്മെന്റ്, പ്രീണന നയം എന്നാണ് ഈ പോളിസിയെ അറിയപ്പെടുന്നത്. പിടികിട്ടിയോ? യെസ്. ഇനി അപ്പൊ ഈ പോളിസി ഓഫ് അപ്പീസ്മെന്റ് മനസ്സിലായോ? ഇനി ഓൺ സെപ്റ്റംബർ 1, 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ജർമ്മനി ആരെ ആക്രമിക്കുകയാണ്? ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുകയാണ്. പോളണ്ടിനെ ആക്രമിക്കുകയാണ്. ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുകയാണ് എന്ന് 1939 സെപ്റ്റംബർ 1. This prompted the Allied nations. മനസ്സിലായോ? ആരൊക്കെ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, USA and USSR. To declare war against Axis power Germany. That ultimately result the outbreak of the Second World War. അപ്പോ പോളണ്ട് എന്ന് പറയുന്നത് അലൈഡ് പവേഴ്സിന്റെ സപ്പോർട്ടിലുള്ള ഒരു നേഷനാണ്. അലൈഡ് പവേഴ്സിന്റെ ഒരു കോളനിയാണ് ഏത്? പോളണ്ട് എന്ന് പറയുന്നത്. അപ്പൊ പോളണ്ടിനെ ജർമ്മനി അറ്റാക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? അലൈഡ് പവേഴ്സ് ജർമ്മനിയുടെ മേൽ എന്ത് പ്രഖ്യാപിച്ചു? യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഔട്ട് ബ്രേക്ക്. മനസ്സിലായില്ലേ? സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് അതാ. ഏതാ? ഈ പോളണ്ട് ആക്രമണമാണ്. അപ്പോ ഈ പോളണ്ട് ആക്രമണത്തിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പോളണ്ട് ആക്രമണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിലെ ഏറ്റവും ഔട്ട് ബ്രേക്ക് ആയിട്ട് വരുന്ന ഏതാണ്? ദി അറ്റാക്ക് ഓഫ് പോളണ്ട്. അല്ലെ? പോളണ്ട് അറ്റാക്ക് ആണ് എന്ത് ചെയ്യുന്നത്? ആ ടൈം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇനി അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നു? ഇതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു പോളിസി പഠിച്ചു, അപ്പീസ്മെന്റ് പോളിസി. ഇനി ഇതിനകത്ത് വേറെ 1-2 കാര്യങ്ങൾ. ഇതിനകത്ത് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ കോസസ് ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ നിങ്ങളെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മ്യൂണിച്ച് പാക്ട്, മ്യൂണിച്ച് ഉടമ്പടി. മറക്കണ്ട, നിങ്ങളെ പുസ്തകത്തിനകത്തുണ്ട് മ്യൂണിച്ച് പാക്ട്, മ്യൂണിച്ച് ഉടമ്പടി. മറ്റൊന്ന് നോൺ അഗ്രഷൻ പാക്ട്, നോൺ അഗ്രഷൻ, ആക്രമിക്കാതിരിക്കുന്ന നയം. അതാണ് നോൺ അഗ്രഷൻ. നമ്മൾ അപ്പീസ്മെന്റ് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ് ഈ നോൺ അഗ്രഷൻ. നോൺ അഗ്രഷൻ എന്ന് പറയുന്നത് അതിന്റെ നോൺ അഗ്രഷൻ പാക്ട് ഫോം ചെയ്ത് എങ്ങനെയാ? ഇൻ 1939 ജർമ്മനി സൈൻഡ് നോൺ അഗ്രഷൻ പാക്ട് വിത്ത് സോവിയറ്റ് യൂണിയൻ. അതായത് ആക്സിസ് പവേഴ്സിലുള്ള ജർമ്മനി അലൈഡ് പവേഴ്സിലുള്ള USSRുമായി ചേർന്ന് 1939 ഒപ്പുവെച്ച ഒരു കരാറാണ് നോൺ അഗ്രഷൻ പാക്ട് എന്ന് വെച്ചാൽ പാക്ട്, ഉടമ്പടി. പരസ്പരം ആക്രമിക്കാതിരിക്കാനുള്ള നയം. ജർമ്മനിയും USSRും പരസ്പരം ആക്രമിക്കില്ല എന്ന് വെച്ചു എന്ന ഒരു ഉടമ്പടി 1939 ഒപ്പുവെച്ചു. അതാണ് നോൺ അഗ്രഷൻ പാക്ട്. അക്കോർഡിംഗ് ടു ദിസ് പാക്ട് both the countries agreed not to attack each other to partition Poland. പരസ്പരം ആക്രമിക്കില്ല എന്നും പോളണ്ടിനെ എന്ത് ചെയ്യുന്നു? വിഭജിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് each other and to partition Poland. However, അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ, പോളണ്ട് പങ്കുവയ്ക്കാന്നുള്ളൊരു വ്യവസ്ഥ അവിടെ ഉണ്ടായി. മനസ്സിലായി? ആരൊക്കെ? ജർമ്മനിയും USSRും കൂടി ചേർന്നുള്ള കരാറാ. പരസ്പരം ആക്രമിക്കില്ല. പിന്നെ എന്ത് ചെയ്യാ? പോളണ്ടിനെ പങ്കുവയ്ക്കാമെന്നുള്ളൊരു കരാർ. എന്നാൽ
1941 എന്ത് ചെയ്തു? ഹിറ്റ്ലർ അറ്റാക്ക്ഡ് റഷ്യ എന്നാണ്. 1941 ഹിറ്റ്ലർ എന്ത് ചെയ്തു? അറ്റാക്ക്ഡ് റഷ്യ. ഹിറ്റ്ലർ എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയനെ അറ്റാക്ക് ചെയ്തതോടുകൂടി ഈ നോൺ അഗ്രഷൻ പാക്ടിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു ജർമ്മനി, ഇറ്റലിയും ജപ്പാനും അതർ കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസും അതിനെ പ്രിവെന്റ് ചെയ്തില്ല. കാരണം എന്താ? അവരുടെ എനിമി USSR ആയിരുന്നു. വളരെ എന്ത് ചെയ്തു? ഡിഫറന്റ് ആയിട്ടൊരു സ്ട്രാറ്റജി അവിടെ എന്ത് ചെയ്യുന്നു? വർക്ക്ഔട്ട് ആകുന്നത്. മനസ്സിലായില്ലേ? രണ്ട് ഗ്രൂപ്പിലുള്ള രാജ്യങ്ങൾ വളരെ സീക്രട്ട് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ ഫോം ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ ടൈമിൽ ജർമ്മനിയും USSRും കൂടി നോൺ അഗ്രഷൻ പാക്റ്റും ഫോം ചെയ്തു 1939 തന്നെ. അവർ രണ്ടുപേരും ജർമ്മനി USSRനെയും USSR ജർമ്മനിയെ ആക്രമിക്കില്ലെന്ന് ഒപ്പുവയ്ക്കുകയാണ്. മാത്രമല്ല പോളണ്ടിനെ എന്ത് ചെയ്തു? അവര് എന്ത് ചെയ്തു? പാർട്ടീഷൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? മാറ്റിവെച്ചുകൊണ്ടാണ് 1941 ജർമ്മനിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഹിറ്റ്ലർ USSRനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ അതെന്ത് ചെയ്തു? ആ നോൺ അഗ്രഷൻ പാക്ടിന്റെ ഇമ്പോർട്ടൻസ് മാറി. കാരണം ഫാസിസ്റ്റ് ഗ്രൂപ്പിന്റെ എയിം എന്താ? 1 by 1 ആയി വേൾഡ് നേഷൻസിനെ എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് ലോകം വേൾഡ് കംപ്ലീറ്റ് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നതാണ് ആക്സിസ് പവേഴ്സിന്റെ എയിം. ജർമ്മനി ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തു വേൾഡ് നേഷൻസിനെ, ഇറ്റലി അതർ സൈഡിൽ, ഏഷ്യൻ കൺട്രീസ് എല്ലാം ഏതാ? ജപ്പാനാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവസാനം ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ആക്രമിച്ച് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വന്ന് സന്ധിക്കാനാണ് അവരുടെ തീരുമാനം. പക്ഷെ അവരുടെ പ്ലാനൊക്കെ എന്ത് ചെയ്തു? ഇല്ലാതായി. അതെന്താണ് നമ്മൾക്ക് വഴിയെ പഠിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ നോൺ അഗ്രഷൻ പാക്ട്. ഇനി ഒന്നും കൂടി ഉണ്ട്, മ്യൂണിച്ച് പാക്ട്, മ്യൂണിച്ച് ഉടമ്പടി. എന്താ? മ്യൂണിച്ച് പാക്ട് ക്യാൻ ബി സൈറ്റഡ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദി പോളിസി ഓഫ് അപ്പീസ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പീസ്മെന്റ് പോളിസിയുടെ എക്സാമ്പിൾ ആണ് ഏത്? മ്യൂണിച്ച് എഗ്രിമെന്റ്, പ്രീണന നയം. എന്നുവെച്ചാൽ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ലോകരാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും മൗന സമ്മതം കൊടുത്തു. അതിനാണ് നമ്മൾ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന പ്രീണന നയം സൂചിപ്പിക്കുക. ചെയ്യുന്നു. കാരണം എന്താ? ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും എപ്പോ വേണമെങ്കിലും ജർമ്മനിയെ ഇറ്റലിയൊക്കെ ആക്രമിക്കാം. അപ്പൊ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവര് സോപ്പിട്ട് കൂടെ നിന്നത്. മനസ്സിലായല്ലേ? അതിനാണ് നമ്മൾ പ്രീണന നയം എന്ന് പറയുന്നത്. പ്രീണിപ്പിക്കുക, സൂചിപ്പിച്ച് കൂടെ നിർത്തുക. അപ്പൊ ഞങ്ങൾ ആക്രമിക്കില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ മ്യൂണിച്ച് പാക്ട്. എന്ന് വെച്ചാൽ ഹിറ്റ്ലർ put forth the claims over the prosperous Sudetenland region of Czechoslovakia. എന്ന് വെച്ചാൽ ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ എന്ത് ചെയ്തു? അവകാശവാദം ഉന്നയിച്ചു. ജർമ്മനി അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചെക്കോസ്ലോവാക്യയിലെ ഏറ്റവും സമ്പന്നമായ ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ്. ഇത് ആർക്ക് വേണം? ഹിറ്റ്ലറിന് വേണം. To discuss the issue, the representatives of Britain, France, Germany and Italy meet in German city of Munich. ജർമ്മനി, ഇറ്റലിയും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് മ്യൂണിച്ചിൽ വെച്ച് എന്ത് ചെയ്തു? ഇതിനു വേണ്ടി ഒരു പാക്ട്, ഉടമ്പടി ഒപ്പുവെച്ചു. ഇതിനാണ് മ്യൂണിച്ച് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. They approved the claim of Germany over Sudetenland without consulting Czechoslovakia. എന്നുവെച്ചാൽ അച്ഛൻ അറിയാതെ മക്കളെ വിറ്റു എന്നാണ് അതിന്റെ അർത്ഥം. ചെക്കോസ്ലോവാക്യയുടെ കീഴിലുള്ളതായിരുന്നു സുഡറ്റൻ ലാൻഡ്. ചെക്കോസ്ലോവാക്യ ഇതിൽ വരുന്നതല്ല. അപ്പൊ ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം അറിയാതെ അവരുടെ പ്രദേശമായ സുഡറ്റൻ ലാൻഡ് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടും ഫ്രാൻസും ചേർന്ന് ആർക്ക് കൊടുത്തു? ജർമ്മനിക്ക് കൊടുത്തു. മനസ്സിലല്ലേ? പ്രീണന നയം സൂചിപ്പിക്കുക എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരാരും അറിഞ്ഞില്ല. ഇംഗ്ലണ്ടും ഫ്രാൻസും ചേർന്ന് ആ അപ്പീസ്മെന്റ് പോളിസിയെ ബേസ് ചെയ്ത് മ്യൂണിച്ച് എന്ന് പറയുന്ന എഗ്രിമെന്റിൽ, മ്യൂണിച്ച് എന്ന് പറയുന്നത് സ്ഥലമാണ്, അറിയാമോ? ജർമ്മൻ സിറ്റിയാണ് മ്യൂണിച്ച്. അവിടെ വെച്ചാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. അതിലൂടെ ഏത് ചെയ്തു? സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന ആ ഫെർട്ടൈൽ ലാൻഡ് ആരുടെ കൺട്രോളിലായി? ജർമ്മനി, ഹിറ്റ്ലറുടെ കൺട്രോളിലായി. അതൊരു അപ്പീസ്മെന്റ് പോളിസിയാണ്. അപ്പൊ ഇതിൽ ഓർമ്മിക്കുക, സെക്കൻഡ് വേൾഡ് വാറിലെ ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ്, പോളിസി ഓഫ് അപ്പീസ്മെന്റ് നമ്മൾ പറഞ്ഞത്. ആ അപ്പീസ്മെന്റ് പോളിസിയുടെ എക്സാമ്പിൾ ആണ് മ്യൂണിച്ച് പാക്ട്. പിന്നെ ഈ ടൈമിൽ ഈ വേൾഡ് നേഷൻസ് തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ഒരു എഗ്രിമെന്റ് ആണ് നോൺ അഗ്രഷൻ പാക്ട്. പിടി കിട്ടുന്നുണ്ടോ? വ്യക്തമായി വായിച്ച് മനസ്സിലായിക്കോളും. അപ്പൊ ഇതാ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഔട്ട് ബ്രേക്ക് മനസ്സിലായല്ലോ. ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. അലൈഡ് പവേഴ്സ് എന്ത് ചെയ്തു? ആ സമയത്ത് അലൈഡ് പവേഴ്സ് ജർമ്മനി ദാറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദി ഔട്ട് ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അലൈഡ് പവേഴ്സ് എന്ത് ചെയ്തു? ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് ജർമ്മനി. ജർമ്മനിയുടെ മേൽ അലൈഡ് പവേഴ്സ് യുദ്ധം
പ്രഖ്യാപിച്ചതോടുകൂടി എന്തായി? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. നെക്സ്റ്റ്, the entry of Soviet Union and America changed the complexion of the Second World War. അതുവരെ ഇല്ല. ബ്രിട്ടനും ഫ്രാൻസും ചൈനയും മാത്രമേ ഉള്ളായിരുന്നു. ഫൈനൽ സ്റ്റേജ് ആയ സമയത്ത് ആരൊക്കെ എൻ്റർ ചെയ്തു? USA-യും അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ യുദ്ധത്തിന്റെ സ്വഭാവം എല്ലാം അങ്ങ് മാറി. ഇറ്റലി ആൻഡ് ജർമ്മനി could not withstand the attack and surrendered immediately. എന്ത് ചെയ്തു? ഇറ്റലിയും ജപ്പാനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും കടന്നതോടുകൂടി ഒരു ചെറുത്തുനിൽപ്പും ഇല്ലാതെ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. ഞങ്ങൾ പരാജയപ്പെട്ടു, അവരുടെ മുന്നിൽ മുട്ടുകുത്തി. ആരൊക്കെ? ഇറ്റലിയും ജർമ്മനിയും. മുസോളിനി വാസ് കിൽഡ് ബൈ ദി ലോക്കൽ പാർട്ടിസാൻസ്. അല്ലെ, ഈ ലോക്കൽ പാർട്ടിസാൻസ്, അതായത് മുസോളിനിയെ നാട്ടുകാരെ പിടികൂടി വധിച്ചു എന്ന് അത് പറയാം. അല്ലെ, നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് മുസോളിനിയെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ജപ്പാന്റെയും പതനമാണ് നമ്മൾ കണ്ടത്. പക്ഷേ USA-യും USSR-ഉം വന്നില്ലായിരുന്നു എങ്കിൽ ഈ യുദ്ധത്തിന്റെ ഗതി വേറൊന്നായിരുന്നെ. മനസ്സിലായില്ലേ? കാരണം എന്താ? സൂപ്പർ പവേഴ്സ് ആണ് ആ ടൈമിൽ. ആരൊക്കെ? അമേരിക്കയും സോവിയറ്റ് യൂണിയൻ. ആ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ കടന്നു വന്നതോടുകൂടിയാണ് ഇറ്റലിയും ജപ്പാനും സറണ്ടർ ആയത്. മുസോളിനി എന്ത് ചെയ്തു? വധിക്കപ്പെട്ടത്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. The Soviet army moved towards Japan through Trans-Siberia. സോവിയറ്റ് യൂണിയന്റെ സൈന്യം ട്രാൻസ്-സൈബീരിയ വഴി എവിടെ എത്തി? ജപ്പാനിലെത്തി. ജപ്പാനെ പിടിച്ചടക്കണം, അല്ലെ? ജപ്പാനെ ആക്രമിക്കാനുള്ള എല്ലാ രീതിയുമായി. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? ബട്ട് ബിഫോർ ഇറ്റ് കോഡ് റീച്ച് ജപ്പാൻ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. സോവിയറ്റ് യൂണിയൻ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക എന്ത് ചെയ്തു? ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും, അല്ലെ, ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും ഹിരോഷിമയിലും നാഗസാക്കിയിലും, അല്ലെ, ലിറ്റിൽ ബോയ്, ഫാറ്റ് മാൻ എന്നീ പേരിലുള്ള 2 ആറ്റം ബോംബുകൾ വർഷിച്ചുകൊണ്ട് ആരെ തകർത്തു? ജപ്പാനെ തകർത്ത് കളഞ്ഞു. ഈസി ആയിട്ട് USSR-ന് ജപ്പാനെ അറ്റാക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ആ ജപ്പാൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ US എന്ത് ചെയ്തു? 2 ആറ്റം ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും 6-ഉം 9-ഉം, ഓഗസ്റ്റ് 6, 9, 1945, 1941 നേരത്തെ പഠിച്ചു. 1945 ഓഗസ്റ്റ് 6-നും 9-നും എന്ത് ചെയ്തു? USA എന്ത് ചെയ്തു? ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സൂൺ ജപ്പാൻ സറണ്ടേഡ്. ജപ്പാൻ എന്ത് ചെയ്തു? അവസാനം കീഴടങ്ങി. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജപ്പാനെ സുഖമായിട്ട് USSR-നെ ആക്രമിക്കാമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തു? വളരെ ഡിഫറന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് USA അവിടെ ഫോം ചെയ്തത്, അല്ലെ? ആ ഫോം ചെയ്തതുകൊണ്ട് തന്നെ USA എന്ന് പറയുന്ന വേൾഡ് നേഷൻ എന്ത് ചെയ്യുന്നു? വേൾഡിൽ ഒരു സൂപ്രിമസി ക്രിയേറ്റ് ചെയ്യണം. ആ സൂപ്രിമസി അവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെടുക. അങ്ങനെ എന്ത് ചെയ്തു? ജപ്പാൻ സറണ്ടർ ആവുന്നു. സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നു. ഇതാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് സെക്കൻഡ് വേൾഡ് വാറിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചാണ്. അപ്പൊ പിടികിട്ടിയോ? വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. പക്ഷെ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓർമ്മിക്കുക. ആക്സസ് പവേഴ്സ് ആരൊക്കെയാണ്? അലൈഡ് പവേഴ്സ് ആണ്. ആ നേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്ത പോളിസികൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനം അപ്പീസ്മെന്റ് പോളിസിയാണ്. പിന്നെ അവർ ഫോം ചെയ്ത ഒരു പാക്ട്, നോൺ അഗ്രഷൻ പാക്ട് ആണ്. എന്ന് വെച്ചാൽ ജർമ്മനിയെ, ഇറ്റലിയെ ലോകരാജ്യങ്ങൾക്കെല്ലാം പേടിയാണ്, ഇവർക്ക് തന്നെ പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള പോളിസീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മ്യൂണിച്ച് പാക്ട് എന്താണ്? അതുപോലെ തന്നെ പോളണ്ട് അറ്റാക്കിലൂടെയാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? ജർമ്മനി, ഇറ്റലിയും ജപ്പാനും എല്ലാം സറണ്ടർ ആവുന്നു. USA-യും USSR-ഉം സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു സ്റ്റേജിനെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഫൈനൽ എന്ത് ചെയ്യുന്നു? ജപ്പാന്റെ മേജർ സിറ്റീസ് ആയ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ബ്ലാസ്റ്റ് നടത്തുന്നു. ആര്? USA. അതിലൂടെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നു, അല്ലെ? ഹിരോഷിമ ആൻഡ് നാഗസാക്കി 1945 ഓഗസ്റ്റ് 6-നും 9-നും. എന്റെ പേര് ഫാറ്റ്മാനും ലിറ്റിൽ ബോയ്. മറക്കണ്ട, ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയും നാഗസാക്കിയിൽ ഫാറ്റ്മാനും. അത് അങ്ങനെയാണ് ആ ആറ്റം ബോംബ് സ്ഫോടനത്തിന് ചരിത്രകാരന്മാർ നൽകിയ പേര്. ഇതാണ് സെക്കൻഡ്. ഇതോടുകൂടി സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നു. ജർമ്മനി, ഇറ്റലിയും ജപ്പാനും എല്ലാം വീണ്ടും തകർന്നടിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തെ പോലെ രണ്ടാം ലോക മഹായുദ്ധത്തിലും ജർമ്മനി, ഇറ്റലിയും ജപ്പാനും എല്ലാം തകർന്നടിഞ്ഞുകൊണ്ട് ലോകത്ത് പുതിയൊരു ആധിപത്യ ശക്തി ഉദയം ചെയ്യുന്നു. ആര്? USA.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതോടൊപ്പം തന്നെ USSRന്റെ നിലനിൽപ്പ് നമുക്ക് കാണാം. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് വേൾഡ് വാർ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇത്രയൊന്ന് വായിച്ചു നോക്കണം, നല്ലതുപോലെ മനസ്സിലാക്കി വായിക്കണം, കാണാതെ പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെക്കുക. ഓക്കെ.